ആരോഗ്യത്തോടെ ഇരിക്കാം. മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ്. ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ്, ഷൊർണൂർ. ഒറ്റപ്പാലം നഗരസഭാ പരിധിയിൽ തെരുവ് നായ്ക്കൾക്കുള്ള പേയ് വിഷബാധ പ്രതിരോധ കുത്തിവയ്പ് തുടങ്ങി. പുതിയ സെൻസസ് പ്രകാരം നഗരസഭാ പരിധിയിൽ കണ്ടെത്തിയ 921 തെരുവ് നായ്ക്കൾക്കാണ് കുത്തിവയ്പ്. ഒരാഴ്ചയ്ക്കകം കുത്തിവയ്പ് പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. വെറ്ററിനറി പോളിക്ലിനിക്കിന്റെയും ഒറ്റപ്പാലം നഗരസഭയുടെയും നേതൃത്വത്തിലാണ് നടപടി. കഴിഞ്ഞ മാസം 23-ന് മാനൂർ പാലം പരിസരത്ത് പ്രഭാത സവാരിക്കിറങ്ങിയ 2 പേർക്ക് തെരുവ് നായയുടെ കടിയേറ്റ് സാരമായി പരിക്കേറ്റിരുന്നു. ഇവരെ കടിച്ച തെരുവ് നായ്ക്ക് പേയ് വിഷബാധയുണ്ടെന്ന് മൃഗസംരക്ഷണ വകുപ്പ് സ്ഥിരീകരിക്കുകയും ചെയ്തു. ഇതിന്റെ കടിയേറ്റ മറ്റ് തെരുവ് നായ്ക്കൾക്കും പേയ് വിഷബാധ ഏൽക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ടാണ് പ്രതിരോധ കുത്തിവയ്പ് തുടങ്ങിയത്. പേപ്പട്ടിയുടെ കടിയേറ്റതായി കണ്ടെത്തിയ 5 തെരുവ് നായ്ക്കളെ സംഭവസ്ഥലത്ത് നിന്ന് പിടിച്ച് മൃഗാശുപത്രിയിലെത്തിച്ച് ചികിത്സ നൽകിയിരുന്നു. 5 ഘട്ടമായുള്ള കുത്തിവയ്പ് പൂർത്തിയാക്കിയ ഇവ നിരീക്ഷണത്തിലാണ്. ഇതിനിടെ ഒരാഴ്ച മുൻപ് ഈസ്റ്റ് ഒറ്റപ്പാലത്ത് ഒരു കുട്ടിയെയും തെരുവ് നായ കടിച്ചു. ഇതോടെയാണ് പ്രതിരോധ കുത്തിവയ്പ്പിനുള്ള നടപടികൾ വേഗത്തിലാക്കിയത്. നഗരസഭാ ഫണ്ടിൽ നിന്നുള്ള 2 ലക്ഷം രൂപ ചെലവഴിച്ചാണ് റാബീസ് വെറ്റ് എന്ന മരുന്നുപയോഗിച്ച് കുത്തിവയ്പ് എടുക്കുന്നത്. 3 നായപിടുത്തക്കാരും നഗരസഭയിലെ ഒരു ജീവനക്കാരനും ചേർന്നാണ് വിവിധ വാർഡുകളിലെത്തി തെരുവ് നായ്ക്കൾക്ക് കുത്തിവയ്പ് നൽകുന്നത്. 2019-ലെ സെൻസസ് പ്രകാരം നഗരസഭാ പരിധിയിൽ 725 തെരുവ് നായ്ക്കളാണ് ഉണ്ടായിരുന്നത്. ഡോട്ട് വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം. കണ്ടു തുടങ്ങുക.